ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കോഴിക്കോട് നടന്നു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സാബു കക്കട്ടിൽ സംവിധാനം ചെയ്യുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കോഴിക്കോട് പഴശ്ശി മ്യൂസിയം പ്രിവ്യൂ തിയേറ്ററിൽ നടന്നു. പ്രസിദ്ധ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ് പ്രകാശന കർമ്മം നിർവഹിച്ചു. രാസലഹരി സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ ബോധവൽക്കരണം ഇളം മനസ്സിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന ലഹരി വിരുദ്ധ സന്ദേശവുമായി എത്തുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ ചിത്രീകരണം ഡിസംബർ 1 കോഴിക്കോട് ആരംഭിക്കും. തുടർന്ന് ബാബു വാസുദേവ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, ജയചന്ദ്രൻ മൊകേരി, കോട്ടക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി, കോഴിക്കോട് വിനോദ്, രഞ്ജിത്ത് സർക്കാർ എന്നിവരെ ആദരിക്കുകയും മരണാനന്തര ബഹുമതിയായി മാമുക്കോയയ്ക്കുള്ള ആദരവ് മക്കളായ നിസാർ മാമുക്കോയ, റഷീദ് മാമുക്കോയ എന്നിവർ ഏറ്റുവാങ്ങുകയും ചെയ്തു. എന്റെ നന്മ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും കണ്ണാത്തുമ്പി ഫിലിംസും ചേർന്ന് ജനകീയമായി നിർമ്മിക്കുന്ന ചിത്രമാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. തിരക്കഥ സംവിധാനം സാബു കക്കട്ടിൽ, ഗാനരചന ബാബു വാസുദേവ്, ഹരീഷ് ചുഴലി, സാബു കക്കട്ടിൽ, സംഗീതം സന്ദീപ് R ബല്ലാൽ, ആലാപനം മധു ബാലകൃഷ്ണൻ, അശ്വിനി അനീഷ്, സന്ദീപ് RB, PRO ഐമനം സാജൻ, ആടുകുളം മുരുകദാസ്, നിസാർ മാമുക്കോയ, സുധി കോഴിക്കോട്, ഷിബു തിലകൻ, ബാബു വാസുദേവ് നമ്പൂതിരി, വിനോദ് കോഴിക്കോട്, അലൈദ തുടങ്ങിയവർ അഭിനയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടൻ മേഘനാഥിനെ അനുസ്മരിച്ചു.